ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ശരിക്ക് ഞാൻ ഒരു സമയത്ത് 2.5-3 വർഷം ഒരു മനുഷ്യനും കേൾക്കാനില്ലാണ്ട് സിവിയർ ഡിപ്രഷനിൽ കിടന്ന എൻ്റെ സ്വന്തം സ്പേസ്, എൻ്റെ കുടുംബ വീടിനകത്തുള്ള എൻ്റെ സ്പേസ്. ഈ ചുവരുകളിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ശരിക്ക് മൊത്തത്തിൽ കയ്യിൽ നിന്നിട്ട് പോകുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ വരയ്ക്കുന്നതും കുറിക്കുന്നതും എഴുതി വയ്ക്കുന്നതുമാണ്. അന്ന് ഓരോ സ്കോപ്പും ഇല്ല, അല്ലെങ്കിൽ അന്ന് ഒരു ഹോപ്പുമില്ല. മരണത്തെ മാത്രം മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എഴുതി കുറിച്ച് വെച്ച കാര്യങ്ങളാണ്. സക്സസ്, ഐ ക്യാൻ ഡു എവറിത്തിങ് ബിക്കോസ് ഐ എം പവർഫുൾ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, സോ എൻജോയ്, ഗോഡ് വിൽ മേക്ക് എ വേ, ഇങ്ങനെയൊക്കെ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ചെറിയ രീതിയിലെങ്കിലും നിങ്ങളെ ഒന്ന് ഇൻസ്പയർ ചെയ്യിപ്പിക്കാനോ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാനോ ഒക്കെ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഹിസ്റ്ററി ഉണ്ടെന്നേ. അനുഭവിച്ച ഇരുട്ടിനകത്ത് കിടന്ന, ഇപ്പോൾ എനിക്ക് ലൈറ്റെങ്കിലും ഇട്ടിട്ട് ഈ റൂമിനകത്ത് നിൽക്കാൻ പറ്റും, പക്ഷെ അന്ന് എനിക്കത് പറ്റത്തില്ല. അലർജിയാണ്, ലൈറ്റ് അലർജി ആയിരുന്നു. നീലിയൊന്നുമല്ല, ലൈറ്റ് അലർജി ആയിരുന്നു. പക്ഷേ തിരികെ വരണം, വന്നേ പറ്റൂ, വന്നിരിക്കും എന്നുള്ള ഒരു ഭയങ്കര ഒരു തീരുമാനം. നിങ്ങൾക്കും ആ തീരുമാനം എടുക്കാൻ പറ്റും. ആ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ലൈഫുണ്ട്, തീർക്കാനല്ല, തുടങ്ങാനും ബ്യൂട്ടിഫുള്ളി അനുഭവിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. കളഞ്ഞിട്ട് പോകരുതേ.